Hello all, this is Anuja and you are watching Essence of Science. And in the lifestyle diseases video part 2 നമ്മൾ ഡയബറ്റിസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രമേഹ രോഗം. എല്ലാവർക്കും ഈ സ്വീറ്റ് ആയിട്ടുള്ള ഈ ഷുഗർ ഫുഡ് ഐറ്റംസ് കഴിക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അല്ലെ? സ്വീറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? പക്ഷെ ഇത് നമുക്ക് ക്രമേണ പ്രമേഹ രോഗം ഉണ്ടാക്കുന്നു ആൻഡ് അതുകൊണ്ട് ഇത് നമ്മുടെ ബോഡിക്ക് വളരെയധികം ഡേഞ്ചറസ് ആണ്. നമുക്ക് ആദ്യം എന്താണ് ഡയബറ്റിസ് എന്ന് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് നോക്കി നോക്കാം. നമ്മളിപ്പോ സ്വീറ്റ് ഫുഡ് ഐറ്റംസ് എന്നല്ല, എന്തൊരു ഭക്ഷണം കഴിക്കുമ്പോഴും അത് ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവുന്നുണ്ട് ആൻഡ് ഈ ഗ്ലൂക്കോസ് എന്നാണ് നമുക്ക് ആ ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള എനർജി കിട്ടുന്നത്. അപ്പൊ ഈ ഗ്ലൂക്കോസ് നമ്മുടെ സെൽസിലോട്ടേക്ക് ഇങ്ങനെ അബ്സോർബ് ആവണം. സോ സെൽസിലോട്ടേക്ക് ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് ഇൻസുലിൻ ആൻഡ് അത് ഈ പാൻക്രിയാസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഞാൻ എന്താണ് ഡയബറ്റിസ് എന്നുള്ളതിന്റെ ഒരു റഫ് ആയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ആണ് ഈ ഗ്ലൂക്കോസ് സെൽസ് അബ്സോർബ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ നമ്മുടെ ബോഡി ഈ ഇൻസുലിനോട് റെസിസ്റ്റന്റ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഈ ഗ്ലൂക്കോസിനെ സെൽസ് അബ്സോർബ് ചെയ്യത്തില്ല, അത് നമ്മുടെ ബ്ലഡിൽ തന്നെ റിമെയിൻ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഇൻക്രീസ് ചെയ്യുകയും നമ്മൾ ആ ഒരു ആള് ഡയബറ്റിക് ആണ് എന്ന് പറയുന്നതും. ഇനി നമുക്ക് 3 ടൈപ്സ് ഓഫ് ഡയബറ്റിസ് നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കാം. ടൈപ്പ് 1 ഡയബറ്റിസ്, ടൈപ്പ് 2 ഡയബറ്റിസ് ആൻഡ് ജെസ്റ്റേഷണൽ ഡയബറ്റിസ്. ഈ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് കാരണം ഉണ്ടാകുന്നതാണ്. ഇത് പ്രഗ്നൻസിക്ക് ശേഷം മാറുകയും ചെയ്യും. പക്ഷേ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയറും മെഡിക്കേഷനും ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇത് ടൈപ്പ് 2 ഡയബറ്റിസ് ആയി കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസസും വളരെ കൂടുതലാണ്. കുഞ്ഞിന്റെയും അമ്മയുടെയും ജീവിതം റിസ്കിലുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ജെസ്റ്റേഷണൽ ഡയബറ്റിസ് നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയേണ്ടതില്ല. പ്രോപ്പർ ആയിട്ടുള്ള ഹെൽത്ത് കെയറും ഡയറ്റും വർക്ക്ഔട്ട്സും ഒക്കെ ആഫ്റ്റർ പ്രഗ്നൻസി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് എന്താണ് ഈ ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് നോക്കി നോക്കാം. ഈ ടൈപ്പ് 2 ഡയബറ്റിസ് നിങ്ങൾ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. പിന്നെ സ്ട്രെസ്, ഉറക്കമില്ലായ്മ, വർക്ക്ഔട്ട് ചെയ്യാതെ ഇരിക്കുക, ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ റീസൺസ്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻക്രിയാസ് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ മുന്നേ മെൻഷൻ ചെയ്തിരുന്നു അല്ലെ, നമ്മുടെ ബോഡിയുടെ ഗ്ലൂക്കോസ് സെൽസ് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇൻസുലിൻ ഹോർമോൺ നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ട് ഈ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യന്റിന്റെ കേസിൽ ഈ ഇൻസുലിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആയിക്കൊണ്ടേയിരിക്കും, പക്ഷെ അത് പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യത്തില്ല, അത് പ്രോപ്പറായി വർക്ക് ചെയ്യത്തില്ല ആൻഡ് അതുകൊണ്ട് തന്നെ അതിന്റെ amount നമ്മുടെ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുകയും ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ദി ബ്ലഡ് ഷുഗർ ലെവൽ കൂടുകയും അങ്ങനെയാണ് ആ പേഷ്യന്റ് ഡയബറ്റിക് ആവുന്നത്. ഇതിന് നമുക്ക് സൊല്യൂഷൻസ് ആയിട്ട് പ്രോപ്പർ ഡയറ്റ്, ഫിറ്റ്നസ്, പ്രോപ്പർ സ്ലീപ്പ്, പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെയാണ് ഇതിന്റെ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ ആണ് ടൈപ്പ് 1 ഡയബറ്റിസ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റിക് ഡിസീസ് ആണ്. ഇത് നമ്മൾ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കുന്നതല്ല. ഒരുപാട് എൻവയോൺമെന്റലും ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാരണമാണ് ഈ ടൈപ്പ് 1 ഡയബറ്റിസ് സംഭവിക്കുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസിനെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പാൻക്രിയാസ് അല്ലേ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പാൻക്രിയാസ് നശിച്ചു പോയി കഴിഞ്ഞാൽ ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു സോഴ്സും നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുകയില്ല. അങ്ങനെ നമുക്ക് അവിടെ ടൈപ്പ് 1 ഡയബറ്റിക്സ് സംഭവിക്കുന്നു. സോ ഇതിന് നമുക്ക് ട്രീറ്റ്മെന്റ് ആയിട്ട് ഡെയിലി ഇൻസുലിന്റെ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടതാണ്. സോ ഇതിനൊരു ട്രീറ്റ്മെന്റ് ആസച്ച് ആയിട്ടില്ല, പക്ഷെ നമുക്ക് ഇതിന്റെ കണ്ടീഷൻസ് മോശമാവാതിരിക്കാൻ വേണ്ടി നമുക്കിത് കൺട്രോൾഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഒത്തിരി സൊല്യൂഷൻസ് ചെയ്യാവുന്നതാണ്. അതായത് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസ്, ഡയറ്റ് മാനേജ്മെന്റും അതൊക്കെയാണ്, സ്ട്രെസ് മാനേജ്മെന്റ് ഒക്കെയാണ് ഇതിന് നമുക്ക് സൊല്യൂഷൻസ് ആയിട്ട് ചെയ്യാവുന്നത്. സോ പ്രോപ്പർ ആയിട്ട് സിംറ്റംസ് എന്തെന്ന് മനസ്സിലാക്കി പ്രോപ്പർ ടൈമിങ്ങിലെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതിലാണ് ഇവിടെ കാര്യം. സോ നമുക്ക് ഇതിന്റെ സിംറ്റംസ് എന്താണെന്നും കൂടി നോക്കി നോക്കാം. സോ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഷ്യന്റിന് പെട്ടെന്ന് ഫറ്റീഗ് ആയ പോലെ തോന്നും, അതായത് പെട്ടെന്ന് തളരുന്ന പോലെ തോന്നും. പിന്നെ യൂറിൻ പാസ് ചെയ്യാനുള്ള ടെൻഡൻസീസ് വളരെയധികം ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് അങ്ങനത്തെ യൂറിൻ പാസിംഗ് ടെൻഡൻസീസ് ഉണ്ടാകും. പിന്നെ അതേപോലെ തന്നെ ഒരു മുറിവുണ്ടായി കഴിഞ്ഞാൽ അത് ഉണങ്ങുവാൻ വേണ്ടി വളരെയധികം സമയമെടുക്കും. ഇതെല്ലാമാണ് കുറച്ച് സിംറ്റംസ് ഓഫ് എ ഡയബറ്റിക് പേഷ്യൻസ്. ഈ ഡയബറ്റിസിനെ നിങ്ങൾ ഒരു നിസ്സാരമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് കൺസിഡർ ചെയ്യരുത്. ഇത് വളരെയധികം സീരിയസ് ആണ്. പ്രോപ്പർ ആയിട്ടുള്ള കെയർ നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ ഇത് സ്ലോലി നിങ്ങളുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിനും ഇത് ഡാമേജ് ചെയ്യുന്ന ഒരു സൈലന്റ് കില്ലർ ആണ് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇത് ഹാർട്ട് ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, ഐസ്, നെർവ്സിനൊക്കെ ഇത് എഫക്ട് ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ സിംറ്റംസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പേടിക്കാതെ പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസ് ആണ് നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്.
ചെറുപ്പം മുതൽക്ക് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ബാലൻസ്, ഒരു ചിട്ട കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എല്ലാം അവോയ്ഡ് ചെയ്യാൻ സാധിക്കാവുന്നതാണ്. ആസ് യു ഓൾ നോ, ഇഫ് ഹെൽത്ത് ഇസ് ഗോൺ, എവറിത്തിങ് ഇസ് ഗോൺ. സോ ഇങ്ങനത്തെ ഒരുപാട് ഹെൽത്തി ടിപ്സ് ആൻഡ് ഫാക്ട്സ് ഒക്കെ അറിയുന്നതിന് വേണ്ടി പ്ലീസ് ഡു ഫോളോ മൈ പേജ്. So see you all in my next video. Till then, bye.